2008 യമഹ അതുവരെ ഉണ്ടായിരുന്ന വാഹനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, വാഹനങ്ങളുടെ ഒരു കൺസെപ്റ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വാഹനം പുറത്തിറക്കി. ഒരു ടീലെക്സ് അൾട്ടിമേറ്റ് സ്പോർട്സ് പെർഫോമൻസ് കാറ്റഗറിയിലുള്ള വാഹനം. ഒരു റേസിംഗ് DNA-യിൽ അന്ന് പറന്ന യമഹയുടെ ആ വാഹനത്തിന്റെ പേരാണ് യമഹ R15. 2008 മുതൽ 2026 വരെയുള്ള കാലയളവില് R15 ഒരുപാട് അപ്ഡേഷനുകൾ നടക്കുകയുണ്ടായി. R15ന്റെ സ്പെക്കുകളില്, കംഫോർട്ടില്, അതിന്റെ റൈഡിങ് മെത്തേഡ്സില്, ട്രാൻസ്മിഷനില് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അപ്ഡേഷനുകൾക്ക് വിധേയമായി. ഇന്ന് നമ്മളിപ്പോ 2026 മോഡലിൽ എത്തിയിരിക്കുമ്പോൾ R15ന്റെ ഒരു V4 എഡീഷനും അതുപോലെ തന്നെ R15M എഡീഷനുമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, കോമൺ ഫാക്ടേഴ്സ്, ഡിഫറെന്റ് സ്പെക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. വി വെൽക്കം ടു അവർ വീഡിയോ. 155 cc വരുന്ന ഒരു ലിക്വിഡ് കൂൾ 4 സ്ട്രോക്ക് 4 വാൽവ് എഞ്ചിനാണ് R15ന് യമഹ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 18.4 PS പവറിലും 14.2 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ മിഷൻ തന്നെയാണ്. 155 cc അതിലും എത്രത്തോളം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പവർ തരുന്ന ഒരു മിഷനാണ് R15ന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് തന്നെയാണ് അതിന്റെ ഫ്യൂൽ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെൽറ്റ് മൾട്ടിപ്പിൾ ഡിസ്കിലുള്ള ഒരു ക്ലച്ച് സിസ്റ്റം വാഹനത്തിനുണ്ട്. ഒരു 6 സ്പീഡ് കോൺസ്റ്റന്റ് മെഷോട് കൂടി വരുന്ന ഒരു ട്രാൻസ്മിഷൻ ആണ് R15ന് ഒരുക്കിയിരിക്കുന്നത്. യമഹയുടെ ഒരു പ്രീമിയം അൾട്രാ കാറ്റഗറി വരുന്ന വാഹനങ്ങൾക്ക് എടുക്കുന്ന ഒരു ഫ്രെയിം ടൈപ്പാണ് ഡെൽറ്റ ബോക്സ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ടൈപ്പ്. വളരെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം ടൈപ്പാണ് ഡെൽറ്റ ബോക്സ് വരുന്നത്. R15 വേരിയന്റുകൾക്ക് ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് വാഹനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഒരു ടെലിസ്കോപ്പിക്കലായിട്ടുള്ള ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് R15ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹാൻഡിലിങ്ങിനും റൈഡർക്ക് എത്രത്തോളം കംഫർട്ട് തരാൻ പറ്റുന്നു അത് അതിന്റെ ടെലിസ്കോപ്പിക്കലായിട്ടുള്ള ഒരു USB ഫോർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ R15M വരുമ്പോഴേക്ക് അത് ടെലിസ്കോപ്പിക്കലായിട്ട് USB ഫോർക്കിനോടൊപ്പം തന്നെ ഒരു പ്രീമിയം കയാബ സസ്പെൻഷനും കൂടെ R15M യമഹ ഒരുക്കിയിട്ടുണ്ട്. 82 mm ഒരു ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് പ്ലേറ്റ് ആണ് വരിക. വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്കിംഗിലെ എഫിഷ്യൻസി വലിയ രീതിയിൽ വ്യത്യാസം വരുന്നത്. അത് വളരെ രീതിയിലുള്ള വാഹനത്തിന്റെ സേഫ്റ്റിയെ സ്വാധീനിക്കുന്നതാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 220 mm ഒരു ഡിസ്ക് ബ്രേക്ക് പാഡിംഗ് ആണ് വരുന്നത്. ആ ഡിസ്ക് പാഡ് മോശമല്ലാത്ത രീതിയിലുള്ള ഡിസ്ക് പാഡാണ്. ഡുവൽ ചാനൽ ABS ആണ് R15ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഡുവൽ ചാനൽ ABS അതിന്റെ സേഫ്റ്റി ബ്രേക്കിംഗ് ഫീച്ചേഴ്സിനെയും എഫിഷ്യൻസിയെയും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ബൈഫങ്ഷണൽ ആയിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റുകളാണ് രണ്ട് വാഹനത്തിലും R15M V4നും ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഫെയറിംഗ് കിറ്റിലേക്ക് വരുമ്പോഴേക്ക് പറഞ്ഞാൽ നമുക്ക് R15M വന്നു കഴിഞ്ഞാൽ അത് കാർബൺ ടച്ചിങ്ങിലോട്, കാർബൺ എഡീഷനിലോട് കൂടിയ ഒരു ഫെയറിംഗ് ആണ്, ഒരു കിറ്റ് ഫെയറിംഗ് ആണ് R15M ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് തന്നെ അതേസമയം V4ലേക്ക് വന്നു കഴിയുമ്പോൾ V4ൽ നമുക്കൊരു ക്ലോസി ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ്, ഒരു ക്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് അതിന്റെ ഫെയറിംഗ് വരിക. 1990 mm ഒരു ലെങ്തും അതുപോലെ തന്നെ 725 mm വിഡ്ത്തുമാണ്. ഒപ്പം 1135 mm ഹൈറ്റും R15 അതിന്റെ ഗ്രൗണ്ട് 170 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒരു മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ സെഗ്മെന്റിലുള്ള വാഹനത്തിൽ കാണപ്പെടുന്നത്. 141 കിലോയാണ് അതിന്റെ കർവ് വെയിറ്റ് വരിക. അതുപോലെ തന്നെ 11 ലിറ്ററിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും R15ന്റെ പ്രത്യേകതയാണ്. R15M V4 തമ്മിലുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എമ്മിലേക്ക് വരുമ്പോൾ എമ്മിലൊരു കളർ TFT തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു ജോയ്സ്റ്റിക്കിലായിട്ടുള്ള കീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക്, നാവിഗേഷൻ, നോട്ടിഫിക്കേഷൻ, വെതർ അപ്ഡേഷനുകൾ, മെനു, ക്വാളിറ്റീസ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വളരെ സ്പെക്ഫുൾ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ TCS ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ക്ലസ്റ്ററിൽ തന്നെ ഒരുക്കിയിരിക്കുന്നുണ്ട്. അതിന്റെ TFT മീറ്ററിലുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു അഡീഷണൽ സ്പെക്കുകൾ
തീർച്ചയായിട്ടും R15M പ്രത്യേകതയാണ്. അതേസമയം നമുക്ക് V4 വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ക്ലസ്റ്റർ തന്നെയാണ് ഒരിക്കലും ജോസിക്കൽ കീസ് V4 നമുക്കത് വിസിബിൾ ആകുന്നില്ല. ഒപ്പം തന്നെ അതിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട R15M ഒരു സ്പെക്ക് എന്ന് പറയുന്നത് അതിന്റെ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ക്വിക്ക് ഷിഫ്റ്ററിന്റെ ഏറ്റവും വലിയ നമുക്ക് നോർമൽ V4 സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റൻസ് വരുമ്പോഴേക്കും M വരുന്ന ഒരു ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ക്വിക്ക് ഷിഫ്റ്റർ എന്ന ബാഡ്ജിങ് തന്നെ അതിന്റെ ഫെയറിംഗിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു റൈസിംഗ് DNA പെടുന്ന വാഹനത്തിന് അതിന്റെ ഒരു നോട്ടിങ്ങില് അതിന്റെ ഒരു റൈഡിങ്ങില് ഒരു ക്ലച്ച്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യുന്നത്. നമുക്ക് കുറെ കൂടെ പെർഫോമൻസ് അത് തീർച്ചയായിട്ടും R15M ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ സ്പെക്കിലൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് R15M അതുപോലെ തന്നെ R15V4 അതിന്റെ ഒരു സീറ്റിംഗിലേക്ക് വരുമ്പോൾ സീറ്റിംഗിൽ തന്നെ നമ്മൾ ഈ ഫെയറിംഗിൽ കാണുന്ന ആ ഒരു കാർബൺ ഡിസൈനിങ് തന്നെ അതിന്റെ സീറ്റിംഗിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റിംഗിൽ ഒപ്പം തന്നെ R15M എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് സീറ്റിംഗിൽ കാണാൻ പറ്റും. സീറ്റിംഗിൽ ഒരു പാറ്റേണിൽ തന്നെ ആ ഒരു ഗ്രിപ്പിംഗ് അല്ലെങ്കിൽ ഒരു കാർബൺ എഡീഷിംഗ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം അതിന്റെ ടാങ്കിലേക്ക് വരുമ്പോഴേക്ക് R15M എന്ന് പറയുന്ന ഒരു 3D ബാഡ്ജിങ് നമുക്ക് ഇതിന്റെ ടാങ്കിന്റെ ഫ്ലാപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ കളർ പാറ്റേൺസിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് അതിന്റെ കളർ പാറ്റേൺസിലേക്ക് അലോയ്സിലുള്ള കളറിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ സിൽവർ ടച്ചിങ്ങിൽ വരുന്നത് കുറച്ചുകൂടെ വണ്ടിയെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലാണ് എമ്മിലേക്ക് വരുന്നിരിക്കുന്നത്. എമ്മിലേക്ക് വരുമ്പോഴേക്ക് അതിന്റെ ഫ്രണ്ടിലുള്ള ഫോർക്കിന്റെ ടോപ്പിങ്ങിലേക്ക് ഒരു ക്യാപ്പ് നമുക്ക് അതിന്റെ അത് കാണാം. ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ക്യാപ്പും അതിനൊപ്പം തന്നെ R15M എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് ഇതിൽ വിസിബിൾ ആവുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വിസിബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇൻഡിക്കേറ്റർ ഹസാർഡ് കാര്യങ്ങൾ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സിന് നമുക്ക് വിസിബിൾ ആവുന്നു. അതേസമയം നമുക്ക് V4 വരുമ്പോൾ V4 നമുക്ക് ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ടൈപ്പിലുള്ള ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് നോർമലി R15 നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ സിസ്റ്റം തന്നെയാണ്. ടെയിലം കാര്യങ്ങളെല്ലാം ഒക്കെ സിമിലർ ആണ് രണ്ട് വാഹനം തമ്മിൽ. എൻജിൻ സ്പെക്ക് 80% അതിന്റെ സിമിലർ സ്പെക്കുകൾ ഉണ്ടെങ്കിലും കുറച്ച് അഡീഷണൽ സ്പെക്സ് R15M നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാന ക്വിക്ക് ഷിഫ്റ്റർ, കളർ TFT, ഗ്രാഫിക്സൽ ആയിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ തന്നെ ഒരു 3D ബാഡ്ജിങ് എല്ലാം R15M പ്രത്യേകതയാണ്. നമുക്ക് R15 അതിന്റെ എമ്മിന്റെ നമുക്ക് അതിന്റെ ഒരു സൈലൻസർ ക്യാപ്പ് പാനലിംഗിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ ബോഡി കളറിനോട് ചേർന്ന രീതിയിലുള്ള ഒരു സിൽവർ ക്യാപ്പിംഗ് നമുക്ക് ഇവിടെ വിസിബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹഗർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് രണ്ട് വാഹനത്തിലും സെയിം തന്നെയാണ്. എമ്മിലേക്ക് വരുമ്പോൾ എമ്മിയുടെ ഒരു സൈലൻസറിന്റെ മുകളിൽ വരുന്ന ഒരു സൈലൻസർ ക്യാപ്പ്, സൈലൻസർ കവർ എന്ന് പറയുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് രണ്ട് വാഹനത്തിന്റെയും പെർഫോമൻസ് കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും ക്വിക്ക് ഷിഫ്റ്റർ അങ്ങനെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു റേസിംഗ് DNA പ്രസൻസ് ചെയ്യുന്നത് എമ്മിലേക്കാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. 2026 മോഡലില് R15 R15 M വേർഷൻ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം 14,999 ആദ്യ അടവ് മുതൽ വാഹനം നമുക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും വി വെൽക്കം ടു കോട്ടയം ജോർജ് മേജോ ആൻഡ് താങ്ക് യു.